വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്ന് ഒരു ബജ്ജിയാണ് ഉണ്ടാക്കുന്നത്. പാലക് ചീര വെച്ചിട്ടാണ് ഞാൻ ബജ്ജി ഉണ്ടാക്കുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ആദ്യം തന്നെ നമുക്ക് കുറച്ച് കടലപ്പൊടി എടുത്ത് വയ്ക്കണം. ഒരു കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. നമുക്കിത് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ആദ്യം മിക്സ് ചെയ്യാം. ഇനി നമുക്കത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കട്ടയില്ലാതെ കുഴച്ചെടുക്കാൻ പറ്റും. അധികം വെള്ളം പോലെ ആവരുത്. ഇലയെ കാരണം നമുക്ക് ശരിക്കും ഇതിങ്ങനെ ഇലയിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആവേണ്ട രൂപത്തിലുള്ള മാവാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് കുഴച്ചെടുക്കാം. വേണമെങ്കിൽ അപ്പക്കാരം കുറച്ച് ഇട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂണ്. അല്ലച്ചെങ്കിൽ ഒരു സ്പൂണ് ദോശമാവോ എന്തെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ ഒരു പാകത്തിന് വേണമെങ്കിൽ ഇനി വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഇലയിലേക്ക് ശരിക്കും സ്പ്രെഡായിട്ട് കിട്ടില്ല. ഈ ഒരു പാകം മതി. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക. ഉപ്പൊക്കെ പാകമാണെങ്കിൽ അത് മതി. ഉപ്പൊക്കെ ഉണ്ട്. കടലമാവാണ്, അപ്പോൾ നമ്മൾ എപ്പോഴും ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ. ഇതൊരു 10 മിനിറ്റ് നേരം ഇത് മാറ്റി വയ്ക്കും. നമ്മൾ ഓരോ ഇല എടുത്തിട്ട് ഇങ്ങനെ 2 ഭാഗം നല്ലോണം ആക്കുക. മാവ് ഇങ്ങനെ ആക്കിയിട്ട് അപ്പോൾ ആ തണ്ട് കുറച്ച് അവിടെ വെച്ചാൽ മതി, നമുക്ക് പിടിക്കേണ്ട രൂപത്തിൽ. എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ഇല നോക്കിയിട്ട് എടുത്താൽ മതി. നല്ലോണം അങ്ങനെ പൊള്ളച്ച് വരും. ഈ ഇല നമുക്ക് വളരെ സൂക്ഷിച്ചിട്ടില്ല വെച്ചെങ്കിൽ ഇല വേഗം നമ്മൾ അതിൽ പൊട്ടിപ്പോവും. അപ്പോൾ നല്ലോണം ഒന്ന് സൂക്ഷിച്ച് ഇട്ടാൽ മതി. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ 2 ഭാഗം ഇങ്ങനെ ആക്കിയെടുക്കാം. ഇനി അത് നമുക്ക് മറിച്ചിട്ട് 2 ഭാഗം ആയതിന് ശേഷം എടുക്കാം. ആദ്യത്തെ നമുക്ക് എടുക്കാം. അങ്ങനെ എല്ലാ ഇലകളും നമുക്ക് ഇതേപോലെ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഇലയ്ക്കൊന്നും അധികം വേവില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്നായിട്ട് കിട്ടും വെളിച്ചെണ്ണയിലിട്ട് മുക്കി പൊരിക്കുമ്പോൾ. ഇതേപോലെ പാലച്ചീര കിട്ടുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അങ്ങനെ എല്ലാ ബജിയും നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കണ്ട നല്ലോണം അങ്ങനെ ഇതേപോലെ നന്നായിട്ട് പൊന്തി വരും കേട്ടോ. ആ മാവിൽ ശരിക്കും നമുക്ക് ആ ഇല മുറിയാതെ നമ്മളിങ്ങനെ എടുത്ത് എണ്ണയിലിട്ട് കഴിഞ്ഞാൽ നല്ലോണം പൊള്ളച്ച് വരും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.